ഹലോ ഇന്ന് കുടിയിലൊരു കുടിയൽ പരിപാടി ഉണ്ട്. അതിന് തട്ടിക്കുട്ടി ഓളെ റെഡിയാക്കിയിട്ട് ഉമ്മാൻ്റെ കഴിച്ചെങ്കിൽ പിന്നെ അങ്ങ് സമുദായത്തിൽ റെഡിയാവും. അങ്ങനെ ലൈനറെല്ലാം ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ഓളെ എന്തെല്ലാം ആക്കുന്നുണ്ട്. പിന്നെ മയങ്ങാനെല്ലാം തുടങ്ങി ഇതിൻ്റെ കൗത്ത് വലിയത് റബ്ബേ അതിന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഞാൻ സെറ്റാക്കി കൊടുത്ത് ഒരു വയസ്സിലത്തെ ഫ്രോക്ക് ഇട്ട് മുതലാക്കാൻ തിരിച്ച് അങ്ങനെ ഓളെ ബേ റെഡിയാക്കിയിട്ട് ഞാൻ എന്താക്കി ഉമ്മാൻ്റെ ഒക്കെ പറഞ്ഞേച്ച് അത് കഴിഞ്ഞിട്ട് എന്നെ കൂട്ടാൻ വേണ്ടി പറവി വന്നതല്ല ഈ മാനിയായിട്ട് വന്നിന്. പിന്നെ അഫ്നാൻ്റെ ഫ്രണ്ടും ഉണ്ട്. നോക്കുമ്പോഴത്തേക്ക് ഓള് നോക്കല്ലോ ഷാളെല്ലാം ഊരിയിട്ട് ഈ മണിയെല്ലാം പോയാവോ എൻ്റെ ഒക്കെ കൂടിയിട്ടല്ല ഓൾ അങ്ങനെ പോകാൻ നോക്കുമ്പോഴത്തേക്ക് അന്ന് അറിഞ്ഞത് ഫ്രണ്ട് ഗേറ്റിൽ തന്നെ പോകണമെന്ന്. ചെറിയ ചമ്മലുണ്ട് നമ്മൾ വലിയ ഈ മണികളല്ലേ. പിന്നെ ആടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വാട്ടർമെലൺ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, അങ്ങനെ പലതരം ജ്യൂസുകളുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ രണ്ടും ട്രൈ ആക്കി. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമ്മളെ ചപ്പലെല്ലാം കീച്ചക്കണം. അങ്ങനെ നമ്മൾ എന്തൊക്കെയില്ല ചെത്തിൻ്റെ ചെരുപ്പായതുകൊണ്ട് മൂലക്കന്നെ കൊണ്ടുപോയിട്ട് വെച്ച് ഭയങ്കര ആൾക്കാരുണ്ടായതുകൊണ്ട് എങ്ങനെ കയറാനൊന്നും കഴിയുന്നില്ല. നമ്മൾ പിന്നെ നൂണ് എങ്ങനെയെല്ലാം കയറിയറപ്പേ എനിക്ക് അതിൻ്റെ ഫുള്ള് നമ്മൾ നോക്കും ഭയങ്കര കാര്യമായ സെറ്റപ്പ് എല്ലാം ഉണ്ടായിന്. തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒരു തീനെ മിസ്സിങ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കണ്ട മിററിൻ്റെ അടുത്ത്. പിന്നെ നിങ്ങൾക്കറിയില്ല മിറർ ഇടേൻ്റെ ആടെ പിന്നെ നമ്മൾ ഉണ്ട് റൂം നീ കൊണ്ട് മാത്രം ഫോട്ടോ എല്ലാം എടുത്തിട്ടായിട്ട് നമ്മളത്തേക്ക് ഇയാൾ ഇടുന്ന പൂണെങ്കിലും എന്താവുന്നല്ലോ നിശ്ചയം. അങ്ങനെ നമ്മൾ നേരെ വിട്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പായിനതിൻ്റെ ഇടയിലാണ് അക്കൻ്റെ മോളെ കണ്ടത്. കുറച്ച് സമയമായത് കൊണ്ട് ഭയങ്കരത്തിൽ കിസ്സെല്ലാം ആക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ടിനെ കണ്ട് കുറച്ച് മുണ്ടിയെല്ലാം ചെയ്ത് പിന്നെ നേരെ നമ്മൾ വിട്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല. 1.5 കൊല്ലത്തിന് ശേഷം യോനെ കണ്ടിട്ട് ഇങ്ങനെ യോനോട് കുറച്ച് മുണ്ടിയിട്ട് നിന്ന് ഭയങ്കര റഷ് ആയത് കൊണ്ട് തന്നെ ഇല്ല കസാലയൊന്നും കിട്ടുന്നുണ്ട്. അങ്ങനെ കസാലക്ക് കാത്ത് കസാല കിട്ടിയിട്ടാകുമ്പോൾ പ്ലേറ്റിന് കാത്തു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ട് പ്ലേറ്റും കിട്ടി. നല്ല പായിൽ തോർത്തിട്ട് എടുത്താൽ പിന്നെ വൃത്തിയുണ്ട് ആൾക്കാരില്ല. പിന്നെ നമ്മളെ സ്ഥിരം പരിപാടി കുപ്പിയും വെള്ളം തീർന്നെടുത്ത് തന്നെ കవ్വാന്നുള്ളത്. ബിരിയാണി തീർന്നു നിർത്തി. ഇനി രണ്ടും ഇല്ലാതെ പോണ്ടാ നമ്മൾ എന്താക്കി നെയ്ച്ചോറ് തന്നെ എടുത്തിട്ട് ബേക്കാൻ നെച്ചിട്ട് വയ്യ ബിരിയാണി മറ്റേ വന്നെങ്കിൽ അതിൽ ബേക്കാലോ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മ അത്ര ലേറ്റ് ആയിട്ടാണ് നമ്മ പോയിനത്. അതുകൊണ്ടാണ് പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ എന്താക്കി കുറച്ച് കസ്റ്റമർ ഇട്ടിട്ട് ടച്ചപ്പാക്കി. അതിൻ്റെ ഇടയിൽ ഉമ്മ വന്നിട്ട് പയ്യെത്തി എത്ര സമയം കുഞ്ഞുള്ളത് ഓർമ്മയില്ലെന്നെല്ലാം പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ബിരിയാണി ബേക്കേണ്ട ആവശ്യമില്ല ഫുള്ള് ബയർന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉള്ളിലേക്ക് തന്നെ കയറി കുറച്ച് ഫോട്ടോ എല്ലാം എടുക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഓൾ ഭയങ്കര അന്തപ്പെട്ട് കുന്തം പോലെ പിന്നെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുത്ത് പിന്നെ നമുക്ക് അതെല്ലാം മുഖ്യം. അത് കഴിഞ്ഞ് ചായ കുടിക്കാൻ യോനാരും നിങ്ങൾക്ക് മനസ്സിലായാ? ഞങ്ങൾക്ക് മനസ്സിലായിട്ടാ. ഞാൻ ചായ ഒന്നും കുടിക്കാറില്ല. ഞാൻ ഓൺലി ബൂസ്റ്റ് ആൻഡ് ഹോർലിക്സ് അത് മാത്രമേ കുടിക്കലൂ. പിന്നെ ഓർക്ക് വേണ്ടിയിട്ടാണ് ഈ ചായ മേങ്ങുന്നുള്ളത്. അത് കൊണ്ടുപോയിട്ട് ഓർക്ക് കൊടുത്തു ഞാൻ. പാട്ടും കളി എല്ലാം ആയിട്ട് നസിൽ ഭയങ്കര ഡാൻസ്. ഇപ്പൊ ഈ ഓള് തച്ചിട്ടാന്ന് എന്റെ കുഞ്ഞിന്റെ കിസ് മേങ്ങുന്നത്. അംബാസഡർ അത്ര വയസ്സ് യോക്കുണ്ടാവോ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു സുലൈമാനി മീൻ കൊണ്ടാകുന്നത് പിള്ളേർമാർ അയച്ച് ഭയങ്കര ഓള് കൂക്കുന്നുണ്ട്. ഓളെ കിരീടം എടുത്തിട്ടാന്ന് ഈ ഓള് യോൾക്ക് വെച്ചിട്ടുണ്ട്. എന്തോ ഒരു ഓള് തന്നെ ഓളെ ഭയങ്കര സീക്രട്ട്. കട്ടൻ ചായലും മൂടും കവുന്നുണ്ട്. അങ്ങനെ കുറെ സമയത്ത് നമ്മ ബെൻത്തി നമ്മ എന്തൊക്കെ നേരെ പല്ലേക്ക് വിട്ടിട്ടാകുമ്പോ പറഞ്ഞത് കാര്യമായ പൊട്ടിക്കലേ അതും കണ്ട് ആസ്വദിച്ച് നമ്മ നേരെ പല്ലേക്ക് പോയി കിടന്നു പറഞ്ഞു. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ.